ഹായ് ഹലോ വെൽക്കം ടു നാടൻ ടേസ്റ്റി കുക്കിംഗ്. ഇന്ന് നമുക്ക് എല്ലാ പലഹാരത്തിനൊപ്പവും അതായത് പുട്ട്, അപ്പം, ചപ്പാത്തി, പൂരി എല്ലാത്തിനൊപ്പം കഴിക്കാൻ പറ്റിയ തേങ്ങയൊന്നും ചേർക്കാതെയുള്ള സിമ്പിളായ ഒരു വെള്ളക്കടലക്കറി തയ്യാറാക്കാം. ഇനി അതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെള്ളക്കടല 1 കപ്പ് 8 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തത്, ഒരു സവാള, ഒരു തക്കാളി ഇവ അരിഞ്ഞത്, വെളുത്തുള്ളി 10 അല്ലി നീളത്തിൽ അരിഞ്ഞത്, ഒരു പച്ചമുളക് നെടുകെ കീറിയത്, കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, റെഡിമെയ്ഡ് കടലക്കറി മസാല 1 ടേബിൾ സ്പൂൺ. അപ്പം അതിന് പകരമായിട്ട് ചിക്കൻ മസാല ആയാലും ചേർക്കാം. കടുക് 2 ടീസ്പൂൺ, പിന്നെ കുറച്ച് കറിവേപ്പില, ഉപ്പ് 2 ടീസ്പൂൺ, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. അപ്പം ആദ്യം തന്നെ കടലയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് കടലയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കടല മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നെകയ്ക്ക് വെള്ളം ചേർത്തിട്ട് 6 വിസിൽ വരുന്നത് വരെ കുക്കർ അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ കുക്കറിൽ കംപ്ലീറ്റ് സ്റ്റീമൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ കടലയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി. ചിക്കൻ മസാല, ഏത് ചിക്കൻ മസാല ആയാലും കടലക്കറിയുടെ മസാലപ്പൊടി ആയാലും ചേർത്താൽ മതി കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ തക്കാളി, സവാള അരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒറ്റ സ്റ്റീം വരുന്നത് വരെ കുക്കർ അടച്ച് വേവിക്കാം. ഈ സ്റ്റീമൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്നു നോക്കാം. ഇനി ഇതിലോട്ട് 2.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കടലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഗ്രേവി ഒന്നുകൂടി ഒന്ന് തിക്കാവും. അതിനുശേഷം ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യുക. ഒരു 2-3 മിനിറ്റ് കൂടി ഗ്രേവി ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഗ്രേവി ഒന്നുകൂടി ഒന്ന് തിക്കാവും കേട്ടോ. അപ്പം അതിനനുസരിച്ചിട്ട് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നോക്കുക. അതെ, ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു 2-3 മിനിറ്റ് കൂടി നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അതെ, ഗ്രേവിയൊക്കെ പാകത്തിന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഇനി ഈ കറിയിലോട്ട് താളിച്ച് ചേർക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടുമ്പോൾ കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇനി ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നാളികേരമൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല കുറുകിയ ചാറോട് കൂടിയ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടലക്കറിയാണിത്. ഇത് പുട്ടിൻ്റെ ഒപ്പവും അപ്പത്തിൻ്റെ ഒപ്പവും ചപ്പാത്തി, പൂരി ഇവയ്ക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.